നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ ഇലക്ഷൻ സർവേ ചർച്ച ചെയ്യാം. തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യണം അത്. കാരണം നമ്മുടെ ഇലക്ഷൻ സർവേ 4 ദിവസമായി പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴമായിട്ട്. അപ്പോൾ ഈ സർവേ ഫലത്തെ ഇനി നമുക്ക് നാളെ മുതൽ സർവേ കൊടുക്കാൻ പറ്റത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം വന്നിരിക്കുന്നു. നാളെ 1-ാം ഘട്ടം ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഒപ്പീനിയൻ പോൾ ഇനി കൊടുക്കാൻ പറ്റത്തില്ല. സാധാരണഗതിക്ക് എവിടെയാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുത്തെ 48 മണിക്കൂർ മുമ്പായിരുന്നു നിരോധനം. കുറി അങ്ങനല്ല, മൊത്തത്തിലാണ്. അങ്ങനിപ്പം അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളും നിരോധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയോണ്ടായിരിക്കാം. കഴിഞ്ഞ തവണ അങ്ങനെയില്ല. കഴിഞ്ഞ തവണ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. അത് സംസ്ഥാനം കണക്കാക്കിയോണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഇച്ചിരി ധൃതി വെച്ച് കൊടുത്തത്. അപ്പോൾ എങ്ങനെ എനിക്കറിയേണ്ടത്, ഈ സർവേക്ക് പോയ ഒരാളാണ് നിങ്ങൾ. തീർച്ചയായും എങ്ങനെയായിരുന്നു നിങ്ങളുടെ അത് ഞാൻ പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സർവേക്ക് ആദ്യമായിട്ടാണ് നേരിട്ട് സർവേക്ക് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ആളുകൾ നമ്മൾ നേരിട്ട് നമ്മളൊരു ഏജൻസി അയപ്പിച്ചാലല്ലോ, നമ്മളെ റിപ്പോർട്ടർമാർ നമ്മുടെ ടീമായിട്ടാണല്ലോ പോയത്. നല്ലൊരു അനുഭവമായിരുന്നു അത്. പ്രധാനമായും ഈ അവരാർക്കാണ് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ നോക്കില്ലല്ലോ, കാരണം അവർ മടക്കി നമ്മുടെ പെട്ടിക്കകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സംസാരിക്കുമ്പോൾ പലപ്പോഴും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഈ സർവേ ഫലം പുറത്തു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സംസാരിച്ചതുപോലെ അല്ല പുറത്ത് വന്ന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരമാണ്. സംസാരിക്കുമ്പോൾ തിരിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഇവരൊക്കെ ഡെസ്കിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊരു സംസാരിക്കുമ്പോൾ അനുഭവം വെച്ച് നമ്മൾ ഷെയർ എന്നാണ് നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിപ്പോൾ വന്നപ്പോൾ എനിക്ക് അത്ഭുതമായി. കാരണം ഇത് കേട്ടപ്പം ഞാനും പലരോടും പറഞ്ഞു, ആ സമയത്തൊക്കെ ഞാൻ ആവേശത്തോടെ പറഞ്ഞു, രാജിച്ച് നിങ്ങളെല്ലാം പറഞ്ഞ രാജ്യമായിട്ട് വരുന്നതാണ്. പക്ഷേ വോട്ട് വന്നപ്പം തിരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ എന്താണ്, ഈ ആളുകൾ നിങ്ങൾ അവിടെ കൊണ്ട് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നമ്മൾ 2 കൊടുക്കുന്നു, ഒരു അനക്ഷരം കൂടെ ഉണ്ടല്ലോ, നമ്മൾ 2 കൊടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾ അവിടെ നിന്ന് പേനയും കൊടുക്കുന്നു, ഫില്ല് ചെയ്ത് 4 മടക്കി ഈ ബോക്സിനകത്ത് നമ്മുടെ ബോക്സിൽ ഇടുന്നു. പിന്നെ ചിലപ്പോൾ ചിലർ നമുക്ക് ബൈറ്റ് തരും, ചിലർ നമ്മളായിട്ടല്ലാതെ ഒന്ന് ഔപചാരികത സംസാരിക്കുകയും ചെയ്യും കുറച്ച് കാര്യങ്ങളൊക്കെ. പറ്റത്തില്ല എന്ന് പറഞ്ഞവരുണ്ടാവും. ചിലർ പറ്റത്തില്ല, കാരണം ആൾക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണ് സംഭവം. ചിലർക്ക് ഇത് അറിയില്ല എന്താണെന്നുള്ളത്. അതുപോലെ നമ്മൾ അനക്ഷരമുള്ള ചില ചോദ്യങ്ങൾ അവർക്ക് ചില ആൾ ഉത്തരം എഴുതിയിട്ടില്ല. ചില ഞങ്ങൾ സമയം ചോദിക്കും, അതിന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ CA ഉദാഹരണം, ചില ആൾക്ക് എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ അല്ലാതെ നോർമലി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു വല്ലാത്ത എതിർപ്പൊന്നും ആരും പ്രകടിപ്പിച്ചിട്ടില്ല ആളുകൾക്ക്. നമ്മളോടുള്ള സമീപനം നല്ല സമീപനം. അതാണ് ഏറ്റവും സന്തോഷം തോന്നിയിരിക്കുകയുള്ള കാര്യം. നമുക്ക് വളരെ സ്നേഹത്തോടെ പല സ്ഥലത്തും ആരും നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി പോകാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. വളരെ സ്നേഹത്തോടെ പെരുമാറി എല്ലാവരും. ഒരുപാട് പേര് നമ്മൾ ചില സ്ഥാപനങ്ങൾ, ചില കടകളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ ആ കടയിലെ നമ്മളിപ്പോൾ കടയിൽ ചെല്ലും, കടയുടെ ഉടമസ്ഥനായിരിക്കുമല്ലോ അവിടെ ഇരിക്കുന്നത്. അയാൾ തന്നെ ചിലരൊക്കെ മറ്റൊരാൾ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് അവരുടെ അടുത്തും പറയും നിങ്ങൾ ഇതിൽ പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വലിയ പ്രോത്സാഹനം തന്നു സത്യത്തിൽ. ഇതിനകത്ത് എനിക്കൊന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ സർവേയിൽ 28% പേരുടെ പിന്തുണ പിണറായിക്കാണ്. അതെ, ഏറ്റവും കൂടുതൽ. അതിന് കാരണമുണ്ട്. കാരണം പ്രതിപക്ഷ വോട്ടുകൾ ചെതറിപ്പോയി. നമ്മുടെ ചോദ്യത്തിൽ 6 പേരാണ്. ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് 6 പേരാണ്. പിണറായി ഉണ്ട്, ഗോവിന്ദൻ, ഒരു പാർട്ടിയിൽ 2 പേര്, സുരേഷ് ഗോപി, സുരേന്ദ്രൻ, തരൂരും വി ഡി സതീശൻ. അപ്പം അവർക്ക് 2 സ്പ്ലിറ്റ് പോയി. 24-ഉം 20-ഉം അങ്ങനെ 44% പോയി. അങ്ങനെയാണ് 28% പിണറായി കിട്ടിയത്. പക്ഷേ 28% പിണറായി പിന്തുണയ്ക്കുന്നവർ നമ്മുടെ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, വളരെ രസകരമായ കാര്യം, ഈ സർവേ തന്നെ ഈ സർക്കാർ പ്രവർത്തനത്തെ നിങ്ങൾ വിലയിരുത്തുന്നത് വളരെ മോശം ടിക്ക് ചെയ്തവരുണ്ട് ഒരുപാട് പേര്. ഭൂരിപക്ഷം പേരും. അല്ല, ഞാൻ മോശം, വളരെ മോശം എന്ന് പിന്തുണച്ചവരെ അല്ല, നല്ലത്, വളരെ നല്ലത് എന്ന് പിന്തുണച്ചത് കേവലം 19% പേര്. അതെ, ബാക്കി 40% പേര് ശരാശരി താഴെ 51, ഏതാണ്ട് 50%-ഓളം പേര് മോശം, വളരെ മോശം എന്നാണ്. അപ്പോൾ ഇവര് പിണറായിയെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ ഭരണമോശം എന്ന് പറയുന്നവരുണ്ട്. അതെ, ഇതത് എന്നെ ശ്രദ്ധിച്ചത്, ഞാനിതിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു ചോദ്യം എനിക്ക് വന്നത്, പ്രധാനമന്ത്രിയാകാൻ ആരാണ് യോഗ്യതയെന്ന് ചോദിച്ചപ്പോൾ 55% പേര് രാഹുൽ ഗാന്ധി. അത് എനിക്ക് അമ്പരപ്പായി പോയത്. കാരണം നമ്മളെല്ലാം കരുതുന്നത് മോദി. 28% പേരെ മോദി പിന്തുണ. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സർവേയിൽ പങ്കെടുത്തു. അതായത് കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്നവരും, CPM-ന് വോട്ട് ചെയ്യുന്നവരും, BJPക്ക് വോട്ട് ചെയ്യുന്നവരും ഒക്കെ പങ്കെടുത്തു. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സർവേ വിശ്വസനീയമാവുന്നതും. അങ്ങനെ എല്ലാ വിഭാഗത്തിൽ പേരും പങ്കെടുത്തിട്ടും നമ്മളിവിടെ ഈ ഒരു സർവേ ഫലം വരുമ്പോൾ ആണ് നമ്മുടെ സർവേ ഫലം കറക്റ്റായി വരുന്നത്. അല്ല, മാത്രമല്ല ഇപ്പോൾ എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നാട് ഇപ്പോൾ എനിക്കറിയാം ഏത് ജംഗ്ഷനിൽ ഇറങ്ങിയാൽ. ചിലപ്പോൾ ചില ജംഗ്ഷൻ നമുക്ക് നന്നായിട്ട് അറിയാം മൊത്തത്തിൽ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെ സ്വാധീന മേഖലയാണെന്ന്. നമ്മൾ അവിടെ ഇറങ്ങിയില്ല. അല്ലാത്ത കുറച്ചുകൂടെ ആൾ പറഞ്ഞ സ്ഥലങ്ങളിൽ ചെല്ലും. അല്ലാതെ നമ്മളോട് നമ്മുടെ ടെക്നിക്കൽ എക്സ്പെർട്ടുകൾ പ്രത്യേകം പറഞ്ഞു. അതെ,
ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യമുള്ളിടത്ത് പോകരുത്. ഇപ്പോൾ പാർട്ടി സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ട് വല്ല കാര്യമില്ല, അല്ലെ കോൺഗ്രസിൻ്റെ പ്രകടനം നടക്കുന്ന ചെന്നിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രധാനമായും തിരഞ്ഞെടുത്തത്? നമ്മൾ പ്രധാനമായും തിരഞ്ഞെടുത്തത് പിന്നെ നമ്മളെ കമ്പോളങ്ങൾ, ചില ജംഗ്ഷനുകൾ, അത്ര വലിയ പാളയം മാർക്കറ്റിൽ പാളയം മാർക്കറ്റിൽ പോയി, അപ്പുറത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി. ചാലയിൽ നല്ല പ്രതികരണം. ചാലയിൽ പ്രതികരണം കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ രാജചന്ദ്രശേഖരനാണ് മുൻതൂക്കം എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ എത്തിയത്. അതുപോലെ പിന്നെ ചില ബസ് സ്റ്റാൻഡാണ് ഏറ്റവും നല്ല സ്ഥലം. അതായത് ജില്ലയിലെ എല്ലായിടത്തും വരുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ചാലയിൽ പോയപ്പോഴും ഇത് ഏതാണ്ട് സമാനമായ അനുഭവം ഉണ്ടായി. ചാലയിൽ പല വോട്ടർമാരെ ഞങ്ങൾ സമീപിക്കുമ്പോൾ അവരവിടുത്തെ കച്ചവടത്തിനൊക്കെ ഇരിക്കുന്ന ആളുകൾ തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവരെല്ലാവരും ആ ഏരിയ താമസിക്കുന്നവരല്ല. അതൊരു വലിയൊരു ഭാഗ്യമായി. കാരണം ഒരുപാട് തിരുവനന്തപുരം ജില്ലയുടെ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല രസമുള്ള അനുഭവമായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രീയം നമ്മളിപ്പോൾ പിണറായി എതിർക്കുന്നു, നമ്മുടെ ഒരു രാഷ്ട്രീയമായിട്ട് വരുന്നത്, അതിന് സങ്കടപ്പെട്ടവരോ ദേഷ്യപ്പെട്ടവരുണ്ടോ? ചെറിയ സൂചിപ്പിച്ചത് എന്തോ നിങ്ങൾ ഏകപക്ഷീയമാണോന്നൊക്കെ ചോദിച്ചല്ലോ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ എന്നും പറഞ്ഞാൽ അവരാരും നമ്മളത് ബഹളം വെക്കുക. അങ്ങനെ തമാശ മട്ടിലൊക്കെയാണ് ചോദിച്ചത്. നിങ്ങൾ അതറിയാൻ വന്നതാണോ എന്നൊക്കെ ചില ചോദിച്ചു. ശരി, നിങ്ങൾ പിണറായി വിരുദ്ധ വോട്ട് അന്വേഷിച്ച് വന്നാണോന്നൊക്കെ രീതിയിലൊക്കെ സംഭവം ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഞങ്ങൾ വിദഗ്ധരെ ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പെട്ടിലേക്ക് ഞങ്ങൾ കാണിക്കേണ്ട, പേനയും കൊടുക്കുന്നുള്ളൂ. അവർ മറച്ചു വെച്ച് അവരെ വോട്ട് ചെയ്ത് ഇതിനകത്ത് ബോക്സിൽ ഇടുകയാണ് ചെയ്യുന്നത്. നമ്മളാരും നോക്കാറില്ല അവർ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളത്. അവരുടെ പേര് നമ്മൾ എടുക്കുന്നില്ല. അതെ, അവരുടെ പേര് നമ്മൾ എടുക്കുന്നില്ല. കൊല്ലത്ത് നമുക്ക് അവിടെ പിന്നെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലായി, കൊല്ലത്ത് നമ്മൾ എല്ലാ അസംബ്ലി മണ്ഡലത്തിലും പോയി കൊല്ലത്ത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ആ പ്രേമചന്ദ്രൻ അവിടെ മുൻതൂക്കം ഉണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്നു. ആളുടെ സംസാരിക്കും അതങ്ങനെ ഒരു ചില ആളുകളൊക്കെ തന്നെ നമുക്ക് ഈ ഇപ്പോൾ സംസാരിച്ച ഒരാൾ അല്ല, ക്യാമറയ്ക്ക് മുന്നേ അല്ല സംസാരിച്ചവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷ അനുഭാവികളാണ്, പ്രേമചന്ദ്രനാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് ചിലരൊക്കെ നല്ല പാർലമെന്റേറിയൻ എന്നുള്ളത്. ഒരാൾ എത്രത്തോളം കാര്യങ്ങളും പഠിച്ച് പാർലമെന്റ് പ്രസന്റ് ചെയ്യുന്നുള്ളതിൻ്റെയൊക്കെ ഗുണം നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ്. ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്നതുകൊണ്ട് ആളൊക്കെ അറിയാം. നല്ല എം പി ആണ്, ആ എം പി മതി എന്നുള്ളത് അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. പിന്നെ ആരാണ് ഹമാസിന്റെ കാര്യം ചോദിച്ചത്? അത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു സ്ഥലത്താണ്. ഒരു കടയിൽ ചെന്നു, അദ്ദേഹത്തിന് നമ്മൾ കടയിൽ ചെന്നു, അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അദ്ദേഹം കെട്ടിക്കൊക്കെ ഇട്ട് എല്ലാം വെട്ടിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ പോയി പെട്ടെന്ന് പുറകെ ഒന്ന് വിളിച്ചു. അല്ല, നിങ്ങളല്ലേ ഈ ദിവസം രാവിലെ വന്നിരുന്നുണ്ട് ഹമാസിനെ ഹിസ്ബുളിനെയൊക്കെ ചീത്ത കളിക്കുന്ന ആളെന്ന് ചോദിച്ചു. അത് അത്ര സ്നേഹത്തിലല്ല വിളി ചോദിച്ചത്. ഞാൻ പറഞ്ഞ അത് കാണാറുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് അവിടെ അങ്ങ് പോയി. എൻ്റെ കൂടെ വന്ന ശ്രീജിത്തും അഖിലും അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര വിഷയത്തിൽ പ്രതികരിക്കുന്ന ആൾ നാട്ടിൻപുറത്താണ്, പട്ടണത്തിലല്ലത്. അല്ല, അതുപോലെ തന്നെ പക്ഷെ നമ്മളോടൊരു വിയോജിപ്പോ എതിർപ്പോ ഇല്ല. അങ്ങനത്തെ ആ മോശമായിട്ടുള്ള പെരുമാറ്റം ഒരു സ്ഥലത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ ജീവിതത്തിൽ സഹകരിക്കുകയും ശരിക്കും സാധാരണക്കാരുടെ ഇടയിൽ നമ്മൾ വലിയ സ്വാധീനം ചെലുത്തുന്ന തെളിവാണല്ലേ ഈ സ്വീകാര്യത. അത് ഒന്ന് മറ്റുള്ളത് നമ്മൾ ചില സ്ഥലത്തിലുമ്പോഴേ ഒരുപാട് പേര് പോലും തയ്യാറായിട്ട് പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായി. കാരണം പിന്നെ ഈ ഏരിയയിൽ മാത്രം നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് 10-30 വെച്ചാണ് നമ്മൾ ചിന്തിച്ചത്, അത്രയും മതി. പിന്നെ അടുത്ത സ്ഥലത്ത് പോകണമല്ലോ. അപ്പോൾ ഓരോ അസംബ്ലി മണ്ഡലത്തിലും നമ്മൾ പോയി അവിടെ തന്നെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഇത്ര പ്രധാന അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. ഇപ്പോൾ നെയ്യാറ്റിൻകര ചെന്നപ്പോൾ അവിടെ കുറച്ച് നാട്ടിൻപുറങ്ങളെ സ്ത്രീകളൊക്കെ കിട്ടിയോ? സ്ത്രീകളെ കിട്ടി എന്നുള്ളതാണ് നല്ല പ്രതികരണം. അവർ വളരെ സന്തോഷം. എനിക്കൊന്നും ഒരു പരിധി വരെ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് സഹകരിച്ചത് ഈ ഒരു സർവേയിൽ. യൂത്തിനെ നമുക്ക് കിട്ടിക്കാണും. യൂത്തിനെ കിട്ടിയപ്പോൾ അതും കൂടെ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. യൂത്തിനെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ വന്നോളം തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ കാലത്ത് ഒരു വിശ്വാസം ഇല്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല. ചില ചെറുപ്പക്കാർ ഞങ്ങൾ നോട്ടൊക്കെ ഇടിക്കാൻ പോകാനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നമുക്ക് താല്പര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ചില ഈ ന്യൂജൻ പിള്ളേർ പറഞ്ഞിട്ട് മടക്കി പെട്ടി, ഞാൻ നോട്ടൊക്കെ തന്നെ ചെയ്തിട്ടുള്ള കേട്ടോ, എനിക്ക് അവന്മാരൊന്നും ഒരു വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട്. ഈ മാവേലിക്കരയിലും പത്തനംതിട്ടയിലും കോഴിക്കോടും നോട്ടയ്ക്ക് 5% വെച്ചുണ്ട്. അതേസമയം ചാലക്കുടിയിലും ഇല്ല, നോട്ട് 1% കാരണം ചാലക്കുടി 2020 പോയി, മറ്റുള്ളവരുടെ ഭാഗത്തിൽ പോയി. അത് വളരെ വളരെ രസകരമായൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നല്ല അനുഭവമായിരുന്നു. നമുക്ക് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ സർവേ ഫലം ഒന്ന് വിലയിരുത്താം, നമുക്ക് മുകളിൽ നിന്ന് വിലയിരുത്താം. അതെ, ഇപ്പോൾ കാസർഗോഡ്, അപ്പോൾ രാജ്ഭവൻ കാസർഗോഡ് പോയില്ല. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു മണ്ഡലത്തിൽ, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 2 ടീമായിരുന്നു. 2 ദിവസമാണ് അവർ നടത്തിയത്. 2000 സാമ്പിളാണ് കളക്ട് ചെയ്തത്. അത് ഞങ്ങൾ 12 ടീം, 6 ടീം 2 ആക്കിയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാ മണ്ഡലങ്ങളിലും തന്നെ പല ടീം, ഇപ്പം ബുർഹാൻ, കാസർഗോഡും കണ്ണൂരൊക്കെ ബുർഹാനാണ്, പിന്നീട് ജംഷാദ് പോയി, പലരും ഉണ്ടായിരുന്നു. പീയൂഷാണ് കൂടുതൽ പോയത്, അമലും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പല ടീമും കൊണ്ടുപോയി നമ്മൾ അഡീഷണൽ ആളെ എടുത്താണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ നമ്മുടെ 1 അല്ല 2 പേർ നിർബന്ധമായി ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ വെറുതെ ടിക്ക് ചെയ്ത് ഇടരുത്. പലപ്പോഴും ഈ ഏജൻസികളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ആ ഏജൻസികൾ വെറുതെ ടിക്ക് ചെയ്ത് നമ്മളെ ടിക്ക് ചെയ്തില്ല. നമ്മൾ ഇപ്പോൾ പറഞ്ഞ രാജ്മോഹൻ പറഞ്ഞ മാതിരി
ഈ ഒരു 30 പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആളുകൾ ഉണ്ടെങ്കിലും സമ്മതിക്കത്തില്ല, നിർത്തും. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമ്മൾ ഉണ്ട്. അത്ര കയ്യിലെടുക്കുള്ളൂ കുറച്ച്. അത്ര അതല്ലെങ്കിൽ അവർ കൂടുതൽ ആവശ്യപ്പെട്ടാലും പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പറയാമല്ലോ. അങ്ങനെ അത് കയ്യിൽ വെച്ചേക്കുള്ളൂ. അപ്പോൾ കാസർഗോഡ് മണ്ഡലം സത്യമായും രാജ്മോഹൻ, എൻ്റെ ഒരു വിലയിരുത്തൽ, ഈ സർവേ ഫലം വരുന്നത് വരെയുള്ള എൻ്റെ വിലയിരുത്തൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുമെന്നാണ്. ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പം ഒരു 3% വ്യത്യാസം എൻ വി ബാലകൃഷ്ണൻ ഉണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിച്ചത്? കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ നല്ല ഒരു, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി നല്ലൊരു അടിത്തറയുണ്ട്. എന്തായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഒന്ന് അടിസ്ഥാനപരമായി CPM-ന്റെ വളരെ ശക്തമായൊരു സ്ഥലമായിരുന്നു അതാണ് പ്രധാന കാരണം. കാരണം AKG സ്ഥിരമായി മത്സരിക്കുന്ന സ്ഥലമാണ്. 71 മാത്രം AKG സേഫ് അല്ലെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം പാലക്കാട്ടോട്ട് മാറുകയും അവിടെ EK നായരെ മത്സരിക്കുകയും ചെയ്തു. അന്ന് കടന്നപ്പള്ളി രാമേന്ദ്രനായിരുന്നു KSU, 26 വയസ്സേ ഉള്ളൂ, KSU പ്രസിഡന്റായിരുന്ന, മത്സരിക്കുകയും കടന്നപ്പള്ളി ജയിക്കുകയും ചെയ്തു. നായനാരെ തോപ്പിച്ചു. അപ്പോൾ AKG മണ്ഡലം മാറി. അത് നമ്മൾ ഓർക്കണം. നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന കാസർഗോഡ് അദ്ദേഹം പാലക്കാട്ടേക്ക് മാറി. അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. പിന്നെ പലപ്പോഴും നമുക്കറിയാം രാമണ്ണറേ അവർ ബന്ധുക്കൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഒരു തവണ കണ്ട് കോൺഗ്രസ് അവിടെ ജയിച്ചുള്ളൂ. ബാക്കിയൊക്കെ രാമണ്ണ പേരിപ്പോഴും കൃത്യമായിട്ട് രാവൺ വന്നത്. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ കോൺഗ്രസ്സിന് അവിടെ ശക്തമായി ഇപ്പോഴും ഗ്രൂപ്പും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്കറിയാം, നമ്മുടെ ഈ ജോയി ലൂക്കാസ് റേഡിയോയിലെ ഹലോ ബാലകൃഷ്ണൻ പെരിയ എൻ്റെ സഹപ്രവർത്തകനാണ്. ബാലേട്ടൻ പെരിയ. ബാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഉദുമേനങ്ങനെ മത്സരിക്കുകയൊക്കെ ചെയ്തു. അതെ, നേരത്തെ അസംബ്ലി. ബാലേട്ടനൊക്കെ അവിടെ ആ കാസർഗോഡ് പൊളിറ്റിക്സിന് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ബാലേട്ടൻ പെരിയ. രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ ഈ വെട്ടൊന്ന് മുറി 2 ടൈപ്പാണ്. ജനങ്ങളോടൊക്കെ ഇഷ്ടമാണെങ്കിലും പുള്ളി പാർട്ടിക്കകത്ത് പുള്ളി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഭാഗമാണ് അഭിപ്രായം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണല്ലോ രാഷ്ട്രീയത്തിൽ എപ്പോഴും. അത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ മൊത്തം അത് ദോഷം ചെയ്തിരിക്കാം. അദ്ദേഹത്തിന്റെ എത്രയോ ജൂനിയേഴ്സ് ആയിരുന്നവരൊക്കെ മന്ത്രിയും MLA ഒക്കെ ആയതിനു ശേഷമാണ് അദ്ദേഹം പിന്നെ എംപിയെങ്കിലും ആയത്. അത് സന്തോഷമായ കാര്യമാണ്. കഴിഞ്ഞ തവണ MP ആകാൻ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഞാനും സാക്ഷിയാണ്. അതെ. ആ സമയത്ത് നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് ബൂസ്റ്റ് ചെയ്തിരുന്നു. അതെ. അപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ പക്ഷെ തോക്കുമെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻ വി ബാലകൃഷ്ണനെ അവിടെ CPM-ന് അടിത്തറയുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ UDF-ന്റെ വോട്ടിംഗ് ശതമാനം കുറയുന്നുണ്ട്. അവിടെ ഏതാണ്ട് 40,000-50,000 വോട്ട് മാത്രമായിരുന്നു കൂടുതൽ കിട്ടിയത്. അത് തന്നെയാണ് നമ്മൾ നേരെ പാലക്കാടേക്ക് പോയാൽ സംഭവിക്കുന്നത്. അവിടെ ഏതാണ്ട് 20,000-22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു ശ്രീകണ്ഠൻ ജയിച്ചത്. അവിടെ ഈ കഴിഞ്ഞ തവണത്തെ തരംഗം ഇല്ലാതെ വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട, പാലക്കാട് CPM-ന് ഇത്തവണ ജയം ഉറപ്പെന്ന് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന UDF തരംഗം ഇക്കുറിയില്ല. ആ ഇക്കുറി ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും CPM-ന്റെ ഒരു സീറ്റ് മണ്ഡലം എന്ന നിലയിൽ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ മത്സരിക്കും, ജയിക്കും. പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലോ. അത് 89 അവിടുത്തെ MP ആണ്. അതുകൊണ്ട് പാലക്കാട് CPM-നെ ഉറപ്പിച്ച് VS വിജയരാഘവനാണ് അദ്ദേഹം തോപ്പിച്ചത്. പാലക്കാട് ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവിനെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പാലക്കാട് CPM ഉറപ്പ്. അപ്പോൾ കാസർഗോഡും പാലക്കാടും അവർക്ക് മലബാർ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നെ കണ്ണൂർ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഈ കണ്ണൂർ പലർക്കും ആശയക്കുഴപ്പമുണ്ട്. ആരാണ്, K. സുധാകരനാണോ ജയിക്കുന്നത് അതോ MV ജയരാജനാണോ ജയിക്കുന്ന ആശയക്കുഴപ്പം. പക്ഷേ നമ്മുടെ സർവേ ആ ആശയക്കുഴപ്പം മാറ്റിയിരിക്കുകയാണ്. മലയോര പ്രദേശങ്ങൾ ഞാൻ പറഞ്ഞ ആ പോയ പിള്ളേരോട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, ഇരിട്ടിയൊക്കെ പോലുള്ള ഇരിക്കൂറും പേരാവൂരും, ഇരിട്ടിയുടെ ഭാഗമാണ് പേരാവൂർ, ഇരിക്കൂറും പേരാവൂരും ശ്രീകണ്ഠാപുരം ആലക്കോട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കുടിയേറ്റ മേഖലയിൽ വലിയ തരംഗമാണ് ഇപ്പോഴും സുധാകരൻ. അപ്പോൾ അതിൽ അവർക്ക് ഈ MV ജയരാജൻ്റെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. പിന്നെ കൂത്തുപറമ്പിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെയും MV ജയരാജനേക്കാൾ പിന്തുണ കണ്ണൂർ ടൗണിലൊക്കെ പിന്തുണ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ അവിടെയൊക്കെ ലീഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത്തവണ കണ്ണൂരിലും അത് തന്നെ MV ജയരാജനും സുധാകരനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സുധാകരൻ ഒരു എഡ്ജ് നിലനിർത്തും. നമ്മുടെ സർവേയാണ് അതിൻ്റെ അത് ശരിയാകാൻ പോകുന്നത്. പിന്നെ നമ്മൾ പോകേണ്ടതാണ് കോഴിക്കോട്. വാസ്തവത്തിൽ എം കെ രാഘവൻ 2009 മുതൽ എം കെ രാഘവന്റെ മണ്ഡലമാണ്. എം കെ രാഘവന്റെ ഒരു ജനപ്രീതി ഇടിഞ്ഞു തുടങ്ങി. പയ്യന്നൂർ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തുകാരനായി. പക്ഷെ എം കെ രാഘവന്റെ ഒരു ജനപ്രീതിക്ക് ഇടിവ് പറ്റി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് 3 തവണ പോയി 4ാം തവണ മത്സരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിക്കാം. അതിപ്പം ഈ പത്തനംതിട്ടയിലും സംഭവിച്ചിരിക്കുന്നത്. ആന്റി ഇൻകംബൻസി ഫാക്ടർ തീർച്ചയായിട്ടും അവിടെ ഈ രണ്ടിടത്തും കൂടുതൽ നോട്ടായി കൂട്ടുമുണ്ട്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും എളമരം കരീമാണ്. അപ്പോൾ എളമരം കരീമിന് മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും കരീം ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഒരിക്കലും ഒരു വികസനത്തിനും വളർച്ചയ്ക്കും എന്താ പറയുക ജനാധിപത്യത്തിനും ഒന്നും പറ്റിയൊരു പേരല്ല. മാവോ റയോൺസിന്റെ തകർച്ചയ്ക്കെല്ലാം എല്ലാത്തിൻ്റെ, അതായത് നമ്മുടെ നാട്ടിലെ ഒരു നെഗറ്റീവ്
രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് എളമരം കരീം. അതുകൊണ്ട് കരീമിനെ ജനാധിപത്യ ബോധമുള്ള വോട്ട് ചെയ്യത്തില്ല. ഒരുപക്ഷെ രാഘവന് ഗുണമാവുന്നതും കരീം സ്ഥാനാർത്ഥിയായതാവാം. മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോൾ പ്രദീപ് കുമാർ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ചിലപ്പോൾ പണിയാനെ. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ CPM തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ സർവേയിൽ സൂചിപ്പിക്കുന്നത് രാഘവന്റെ വിജയം അത് 3% എഡ്ജാണ് എനിക്ക് തോന്നുന്നത്. അവിടെ MT രമേശ് ഉണ്ട്, BJP എനിക്ക് സംസ്ഥാനത്ത് മത്സരിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഈ BJPയുടെ ഈ പരമ്പരാഗത നേതാക്കളുണ്ടല്ലോ, ഈ MT രമേശ് ആണെങ്കിലും ശ്രീധരൻപിള്ള ഉമ്മനമാണെങ്കിലും ഈ സ്ഥിരം സ്ഥാനാർത്ഥികളോട് ജനത്തിന് BJPക്കാർക്ക് ജനപ്രീതി ഇല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആരാണ് എന്ന ചോദ്യത്തിൽ 4% പേരെ സുരേന്ദ്രൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. 24% പേരുടെ പിന്തുണ, 22% പേരുടെ പിന്തുണ സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപി BJPയുടെ ഒരു നേതാവല്ല വാസ്തവത്തിൽ. അതെ, തീർച്ചയായും. കേരളത്തിലെ ജനങ്ങൾ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ BJPക്കാരെല്ലാം ചെയ്ത് ഇയാൾക്കായിരിക്കും 4%. ഈ ട്രഡീഷൻ, ഞാൻ ഈ MT രമേശ് നല്ല നേതാവാണ്, പക്ഷേ MT രമേശിന് ഒരു നേതാവിൻ്റെ എന്താ പറയുക, നേതാവിൻ്റെ ഒരു മുഖമോ നേതാവിൻ്റെ ഒരു ഭാവമോ ഒന്നുമില്ല. ഒരു നേതാവിന് വേണ്ട ഒരു ഇതുണ്ട്. അതെ, തീർച്ചയായും. ഞാൻ പറഞ്ഞ അത് രമേശിൻ്റെ ഒരു ദൗർബല്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ജനങ്ങൾക്കൊരു നേതാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് രമേശിനുണ്ടാവുന്നില്ല. CK ഉണ്ട്, പക്ഷെ ആ ഗ്രൂപ്പിൽ ചവിട്ടിപ്പോയത്. അപ്പം കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. കോഴിക്കോട് അതുകൊണ്ട് തന്നെ നമ്മുടെ സർവേ പോലെ തന്നെ MK രാഘവനിലേക്കാണ്. പിന്നുള്ളത് വടകരയാണ്. വടകരയിൽ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ സർവേ കിട്ടുന്നത് വരെ എൻ്റെ വിശ്വാസം ഷാഫി ജയിക്കുമെന്നാണ്. അല്ലേ? അങ്ങനെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. കാരണം ജയിക്കാൻ ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. പക്ഷേ പെട്ടെന്ന് നമ്മുടെ സർവേ നടക്കുമ്പോൾ ടീച്ചർ മുന്നിലാണെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ. ഷാഫിക്ക് ഇപ്പോഴും എനിക്ക് ആ ഒരു സർവേ ഫലത്തിൽ വിശ്വാസം വന്നിട്ടില്ല. നമ്മുടെ സർവേ ആണെങ്കിൽ എനിക്ക്, കാരണം എന്ന് വെച്ചാൽ മുസ്ലിം വോട്ട് ഷാഫിക്കിനെ പോകും. അതെ, നമ്മൾ മുസ്ലിം വോട്ട് ശൈലജ ടീച്ചറിന് പോകാനുള്ള ഒരു സാധ്യത ഞങ്ങൾ 33% മുസ്ലിം വോട്ടുണ്ട്. ഈ 33% മുസ്ലിം വോട്ടിൽ മറ്റേ 2019 രാഹുൽ ഗാന്ധിക്ക് പോയതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട സകല മുസ്ലിങ്ങളും, അത് പിള്ളേരും സ്ത്രീകളും അടക്കം സകലരും ഷാഫിക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് CPMന് ഈ ഒരു പരിഭ്രമം ഉണ്ടായിട്ട് ഇപ്പോൾ ഈ മോർഫിംഗ് വിവാദം കൊണ്ടുവന്നത്. വാസ്തവത്തിൽ ആരുടെ മോർഫ് ചെയ്തെന്ന് ആർക്കും അറിയത്തില്ല. അതെ, ആരും കണ്ടിട്ടില്ല, ഒരു മോർഫിങ്ങും കണ്ടിട്ടില്ല. പിന്നെ സൈബർ ബുള്ളിങ് ഉണ്ട്. സൈബർ ബുള്ളിങ് CPM അല്ല അതിൻ്റെ ഉസ്താദുമാർ. പ്രത്യേകിച്ച് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് അവർ ഈ കോവിഡിൻ്റെ ഒരു രക്ഷക എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കോവിഡിലെ കള്ളി എന്ന നിലയിൽ പ്രതിപക്ഷം തിരിച്ചടിച്ചു. യൂത്ത് കോൺഗ്രസ് അതിനുള്ളൊരു ശക്തിയുണ്ടല്ലോ. പക്ഷേ എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി നമ്മുടെ സർവേ ഫലത്തിൽ വിശ്വാസം വന്നിട്ടില്ലാത്ത 2 മണ്ഡലങ്ങളിൽ ഒന്നാതാണ്. രണ്ടാമത്തെ ഞാൻ പിന്നെ പറയാം. ആദ്യത്തേത് ഈ വടകരയാണ്. വടകര ഈ ഒരു 1% വ്യത്യാസം പറഞ്ഞിട്ടുള്ളൂ. അതെ, പക്ഷേ എനിക്കിപ്പോഴും അത് വിശ്വാസം പോരാ. എൻ്റെ വളരെ സംബന്ധിച്ച് ഷാഫിക്ക് അനുകൂലമായി ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ആലോചിക്കുന്നത്, ഇപ്പോൾ KK രമ അവിടെയുണ്ട്. അവർ തീർച്ചയായും നല്ല സജീവ സാന്നിധ്യം. മുല്ലപ്പള്ളി രാമേന്ദ്രൻ കൂടെ തന്നെയുണ്ട്. 2 തവണ അവിടുത്തെ MP ആയിരുന്ന ആളാണ്. മുല്ലപ്പള്ളി കൂടെ ഉണ്ട് അദ്ദേഹം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. മുല്ലപ്പള്ളി സാധാരണ മടിയനെ മാറി നിൽക്കുന്നത്. അതാ, പക്ഷേ ഇത്തവണ നേരെ തിരിച്ചാണ്. അദ്ദേഹം വളരെ സജീവമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. KK രമയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ഘടകമാണ് എപ്പോഴും. അല്ലാതെ അപ്പോൾ അതെല്ലാം അനുകൂലമാവേണ്ടത് ഷാഫിക്കാണ്. പക്ഷെ നമ്മുടെ സർവേ പറയുന്നത് 1% മുന്നേറ്റം. ഈ CPMൻ്റെ വെപ്രാളം കാണുമ്പോഴും നമുക്ക് തോന്നുന്നത് CPMന് പേടിയുണ്ടെന്നാണ്. എന്തായാലും സർവേ, അതുകൊണ്ട് ആ സർവേ ഫലത്തിൽ ഞാൻ ഒരു ഉറച്ചു നിൽക്കുന്നില്ല. സർവേ ഫലം കണ്ടു, നമ്മുടെ സർവേ ഫലം കണ്ടു, നമ്മൾ ഉറച്ചു നിൽക്കും. നമ്മുടെ അടുത്ത സുഹൃത്തും കൂടെയാണ്. ഞാൻ അത്ര വലിയ സൗഹൃദമല്ല, എനിക്ക് കണ്ടാൽ പരിചയം ഉണ്ടെന്നല്ലാതെ ഷാഫി ഫോൺ വിളിച്ചെടുക്കത്തില്ലാത്ത ആളുകളൊരാളാണ്. മറ്റേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും നമ്മുടെ ആ പയ്യനുണ്ടല്ലോ അബിൻ, അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ച് എടുക്കൽ തിരിച്ചു. ഷാഫി ചെയ്യത്തില്ല. പക്ഷേ ഷാഫി നല്ല നേതാവാണ്, നമുക്ക് ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഷാഫി കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി ആവേണ്ട നേതാവ് തന്നെയാണ്. ശൈലജ ടീച്ചറും മുഖ്യമന്ത്രി ആവേണ്ട നേതാവാണ്. അപ്പോൾ എന്തെല്ലാം ഇപ്പം ഈ കോവിഡിൻ്റെ പേരിൽ മോഷണത്തിൻ്റെ കഥ പറയുമ്പോഴും ടീച്ചർ അടിച്ചു മാറ്റി ഞാൻ ഒരിക്കലുമില്ല. അത് പിണറായി പറഞ്ഞിട്ട് അടിച്ചു മാറ്റിയായിരിക്കും, പിണറായി ആൾക്കാരെ ആയിരിക്കും കൊണ്ടുപോയി. ടീച്ചർ ആരോഗ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം ഉത്തരവാദിത്വം വന്നത് കാണാം. അടിച്ചു മാറ്റി പിണറായിയുടെ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 പേര് ജയിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ. ഞാൻ കണക്ക് കൂട്ടുന്നത് നമ്മുടെ സർവേ ആ കാര്യത്തിൽ തെറ്റുമെന്നും അവിടെ ഷാഫി ജയിക്കുമെന്നുമാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. എന്തായാലും 1% വ്യത്യാസമുള്ളൂ. പിന്നെയോ നമ്മൾ പോയിരുന്ന വയനാടും വളരെ ശ്രദ്ധിക്കണം. ഏതാണ്ട് 10%, 10-12%, 15% വോട്ട്
രാഹുൽ ഗാന്ധിക്ക് കുറയുന്നുണ്ട്. ഉറപ്പാണല്ലോ അത്. അതൊരു സൂചനയാണ്. കഴിഞ്ഞ അവസ്ഥ ഇപ്പോൾ ഇല്ല. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം 6 ലക്ഷത്തി സംതിങ് ആയിരുന്നു ഭൂരിപക്ഷം. ഇക്കുറി ഒരു 4 ലക്ഷമായി കുറഞ്ഞെന്ന് വരാം. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കാര്യം സംശയമൊന്നും വേണ്ട. പക്ഷേ ഒരു 10% 12% വോട്ട് രാഹുൽ ഗാന്ധി പോയി നമ്മുടെ സർവേ കറക്റ്റ് ആവാനാണ് സാധ്യത. സുരേന്ദ്രൻ ഒരുപാട് പുറകെയാണ് അവിടെ. സുരേന്ദ്രൻ പറയാം. പക്ഷേ എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വെള്ളാപ്പള്ളിയുടെ മകൻ നിന്നതുകൊണ്ട് ഇച്ചിരി മെച്ചപ്പെടും. തുഷാർ വെള്ളാപ്പള്ളി ഒരാൾക്ക് പിടിക്കാവുന്നതിൻ്റെ ഏറ്റവും കുറച്ച് വോട്ടാണ് പിടിച്ചത്. അതെ. അപ്പോൾ അതുകൊണ്ട് സുരേന്ദ്രന് ഭാഗ്യവാൻ. അതെ, സുരേന്ദ്രന് കുറച്ചുകൂടെ വോട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ വോട്ട് ഷെയർ ഉയർത്താൻ പറ്റും. 10% വരെ വോട്ട് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം 7.5% ഉണ്ടായിരുന്നു. 10% വരെ ഉയരാൻ പറ്റും. അതാണ് നമ്മുടെ വയനാട്ടിലെ അവസ്ഥ. പിന്നെ മലപ്പുറത്തിൻ്റെയും പൊന്നാനിയുടെയും കാര്യം നമ്മൾ പറയണ്ട. നമുക്കത് നമ്മുടെ സർവേയിലുമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. പാലക്കാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പാലക്കാട് CPM ഉറപ്പായിട്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു മണ്ഡലം ആലത്തൂരാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി രമ്യ ഹരിദാസാണ്. ഞാൻ പക്ഷേ രമ്യ ഹരിദാസിനെ ഇത്തവണ വിളിച്ചേ ഇല്ല. മറ്റൊന്നും കൊണ്ടുമല്ല, കാരണം എൻ്റെ ഒരു മുൻവിധി എന്ന് പറയുന്നത് രമ്യ തോക്കും. ആ മുൻവിധിയിലേക്ക് ഞാൻ വരാൻ കാരണം എന്ന് പറയുന്നത് എന്നെ അവിടുത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അടക്കം രമ്യയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ച എല്ലാവരും എന്നോട് പറഞ്ഞത് ആലത്തൂർ പോയി ഇത്തവണ കിട്ടത്തില്ലെന്നുള്ളതാണ്. അവിടെ ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളൊക്കെ, അവിടെ മണ്ഡലത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. രമ്യയോടുള്ള രമ്യ ഒറ്റപ്പെടുത്തിയിരുന്നു. ഈ രമ്യയ്ക്ക് ഇടം കൈയും വലം കൈയുമായി നിന്ന് രണ്ടുപേരും കൂടെയില്ല. VK ഹംസ, KS ഹംസയായിരുന്നു സ്ഥാനാർത്ഥിയെ, പൊന്നാനിലെ സ്ഥാനാർത്ഥി. അവിടെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം വോട്ടും രമ്യയ്ക്ക് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിരുന്ന ഹംസയായിരുന്നു. ഹംസ സ്ഥാനാർത്ഥിയായി. പിന്നുള്ളത് അനിലക്കരയായിരുന്നു. അനിലക്കര നേരെ തൃശ്ശൂരിലേക്ക് പോയി. അപ്പം രമ്യയ്ക്ക് ഏതാണ്ട് ഒറ്റപ്പെടുത്തേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മുടെ സർവേ ഫലം വന്നപ്പോൾ രമ്യയ്ക്കാണ് എഡ്ജ്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, രമ്യയും ബോധപൂർവം നിങ്ങൾ സഹായിച്ചാൽ? അല്ല, നമ്മളല്ല. ഞാൻ ഡെഫിനറ്റ്ലി രമ്യയ്ക്ക് തൂക്കും. അപ്പോൾ പക്ഷേ ഞാൻ അതിന് ശേഷമാണ് അന്വേഷിച്ചത്, ഇനി രമ്യ എന്ന് വിളിക്കണം. രമ്യ ഭയങ്കര ഹാർഡ് വർക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്ത സ്ഥാനാർത്ഥി രമ്യ ഒറ്റയ്ക്കാണ്. അതായത് ഈ രമ്യയുടെ കൂടെ നിന്ന് പലരും മാറിയിട്ടും രമ്യ ഒറ്റയ്ക്ക് നമ്മുടെ ഈ കോളേജ് യൂണിയൻ മത്സരങ്ങളിലൊക്കെ വോട്ട് പിടിക്കുന്നത് പോലെ രമ്യ രാപകലില്ലാതെ നടക്കുവാണ്. ഈ ഭയങ്കര ആവേശത്തിൽ രമ്യ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ പിണക്കം ഉണ്ടായിരുന്നവരൊക്കെ അങ്ങ് മറക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞ രമ്യയുടെ ഒറ്റയ്ക്കുള്ള ഓട്ടമാണ് രമ്യ ഇപ്പോൾ ഒരു എഡ്ജിൽ കൊണ്ടുവന്നെത്തിച്ചത്. അതിനി കൂടുതലാവാനേ സാധ്യതയുള്ളൂ. രമ്യ വിജയിക്കുമെന്നുള്ളത് തന്നെ സന്തോഷ വാർത്ത. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 1 ലക്ഷത്തി 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. വേണ്ട, 10,000 2,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയാലും രമ്യ ജയിക്കണം എന്ന് മാത്രമല്ല, രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്. രാധാകൃഷ്ണൻ മടിയാണ് ഡൽഹിക്ക് പോകാൻ. പുള്ളി രാഷ്ട്രീയമേ മടുത്ത് കൃഷിയൊക്കെ ചെയ്ത് സമാധാനത്തോടെ ജീവിച്ചത് മനുഷ്യൻ. പുള്ളിക്ക് രാഷ്ട്രീയമേ മടുത്തു. പുള്ളി ആ ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയെ പിടിച്ച് അവർ മന്ത്രിയാക്കി. ആ മന്ത്രിപ്പണി തന്നെ പുള്ളിക്ക് നല്ല വകുപ്പൊന്നും കൊടുത്തില്ലെന്ന് നോക്കണം. ഇല്ല, ദേവസ്വം ബോർഡും കൊടുത്തു. വേറെ എന്നാ പട്ടികജാതി പട്ടികവർഗ വികസനം മാത്രം കൊടുത്തു. പുള്ളിക്ക് അല്ലാതെ ശരിക്കും നല്ല വകുപ്പ് കൊടുക്കാനുള്ള ശേഷിയുണ്ട്. പുള്ളി CPM പിണറായിയുടെ ലോബിക്ക് വലിയൊരു ഭീഷണിയാണ്. കാരണം ഈ അണികൾക്കിടയിൽ ഏറ്റവും മതിപ്പുള്ള 2 നേതാക്കളിൽ ഒരാളാണ് രാധാകൃഷ്ണൻ. അപ്പോൾ രാധാകൃഷ്ണനെ ഇവർ ഡൽഹിക്ക് വിട്ട് ടാഗ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. രാധാകൃഷ്ണൻ ഡൽഹിക്ക് പോകാൻ ഒരു താല്പര്യമില്ല. ഈ തണുപ്പും ചൂടും കണ്ട് അവിടെ പോയി കഴിഞ്ഞോ അയാൾക്ക് ഇവിടെ കൃഷിയായിട്ട് നാട്ടിൽ കഴിഞ്ഞുള്ള താല്പര്യം. അതുകൊണ്ട് രാധാകൃഷ്ണൻ വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല ജയിക്കാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാധാകൃഷ്ണൻ ഇവിടെ മന്ത്രിയെ തുടരുന്നതാണ് നല്ലത്. അതെ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരണം. പിന്നെ നമ്മൾ പോകേണ്ടത് തൃശ്ശൂരാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ് തൃശ്ശൂരിൽ എങ്ങനെ സുരേഷ് ഗോപി ജയിക്കുമെന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്. സുരേഷ് ഗോപി വിജയിക്കുമെന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചരണമായിരുന്നു ആദ്യം പോലെ ഉണ്ടായിരുന്നത്. വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം താഴോട്ട് പോയിരുന്നു. ഹൈപ്പ് താഴോട്ട് പോവുകയും ഒരുപാട് ട്രോളുകൾ വരികയും അന്നത്തെ ഒരു ചൂട് കുറഞ്ഞു വരികയും ചെയ്തു. അപ്പം ഞാനും മനസ്സിലാക്കിയതും ഇതിന് പിന്നെ പുള്ളി കുറച്ചുപേർ വെറുപ്പിക്കുകയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരു പേഴ്സണൽ ക്യാരക്ടർ. പിന്നെ മുരളീധരൻ വരികയൊക്കെ ചെയ്തപ്പോൾ ഞാൻ കരുതിയത് സുരേഷ് ഗോപി പുറകോട്ട് പോകും, സുനിൽകുമാർ കയറി വരുന്നു. പക്ഷെ നമ്മുടെ സർവേ ഫലം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പം എന്നെ അത്ഭുതപ്പെട്ടു. കാരണം 1% എഡ്ജാണ് പറയുന്നതെങ്കിലും മുരളീധരനേക്കാൾ 1% എഡ്ജ് സുരേഷ് ഗോപി പറയുന്നുണ്ടെങ്കിലും അത് വളരെ പോസിറ്റീവായിട്ട് സാധനം. അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്രൈസ്തവ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ത്രീകളുടെ വോട്ടുകളിൽ
വളരെ ശക്തി. എന്താ BJP കൂട്ടിയത്, എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ക്രിസ്ത്യാനികൾ ഒരുപാടുണ്ട്. അത് സ്ത്രീകളും പുരുഷന്മാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ട്. BJP കൂട്ടിയത് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മണിപ്പൂരൊക്കെ വെച്ചാൽ മോപ്പിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അവർക്ക് വിശ്വാസമുള്ള ഒരു നേതൃത്വം കേരളത്തിലില്ല BJPക്ക്. അതെ, അതായത് BJPക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥയുള്ള ക്രിസ്ത്യാനികൾ ഒരുപാടുണ്ട്. പക്ഷെ അവർക്ക് വിശ്വാസമുള്ള ഒരു നേതൃത്വമില്ല. അപ്പോൾ ഈ ഗണപതി വട്ടവുമായിട്ട് നടക്കുന്ന നേതാക്കളെ ക്രിസ്ത്യാനികൾക്ക് വിശ്വാസമില്ല. മാത്രമല്ല തൃശ്ശൂർ യാദവ് 2 പള്ളി ഇരിക്കുന്ന പഴയ അമ്പലത്തിൽ ചിലർ പറഞ്ഞു. അതാ TV ബാബു ഗണപതി. അതെ. അപ്പം ഇതൊക്കെ ബാധിക്കും. പക്ഷെ എന്നിരുന്നാലും അവർക്ക് വിശ്വാസ്യതയുള്ള ഒരു നേതാവായി സുരേഷ് ഗോപി ഫീൽ ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു വോട്ടിംഗ് പ്രവണത ക്രൈസ്തവ സ്ത്രീകൾക്കിടയിലുണ്ട്. ബാക്കി ഏത് വോട്ടിൻ്റെ സാധ്യതയും അത് കൂടുതലുണ്ട്. ഇപ്പോഴും രഹസ്യമായിരിക്കുന്ന കുറേ വോട്ടിംഗ് ഉണ്ട് എന്നാണ് കരുതുന്നത്. തൃശ്ശൂർ പൊതുവെ ഒരു ക്രൈസ്തവ ഒരു ഭൂരിപക്ഷമുള്ള സ്ഥലവുമാണ്. അതെ, ഹൈന്ദവ ഉണ്ട്, പക്ഷേ ക്രൈസ്തവരുണ്ട്, നല്ല സ്വാധീനമുണ്ട്. പണ്ട് കുണ്ടുകുളം ബിഷപ്പ് കൊണ്ടുകുളായിരുന്നല്ലോ കരുണാകരൻ്റെ വലം കൈ. അതെ 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 അതെ. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയാണ്. അതെ, ബിഷപ്പ് കൊണ്ടുകുളം. ഞാൻ തൃശ്ശൂർ ജോലി ഒരു വിചിത്ര അനുഭവം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒരിക്കലും ഒരു മരണമായി ഒരു കന്യാസ്ത്രീയുടെ മരണത്തിൽ ഈ സഹോദരങ്ങളാണെന്നുള്ളവരെ മക്കളാണെന്ന് തെറ്റിച്ചൊരു വാർത്ത പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ബിഷപ്പിനെ പോയി കണ്ടു, കുണ്ടുകുളത്തിൻ്റെ തന്നെ പോയി കണ്ടു. അദ്ദേഹം വളരെ പ്രതാപിയായ ഒരാളാണല്ലോ. അപ്പോൾ എല്ലാവരും കരുതി അദ്ദേഹം ബഹളം വയ്ക്കുന്നു. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹം കുഴപ്പമില്ല, അത് അബദ്ധമൊക്കെ ആർക്കും പറ്റാമല്ലോ എന്ന്. അതിപ്പോൾ വളരെ വളരെ നയതന്ത്രജ്ഞനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കൊണ്ടുപോകാം. നല്ല രസമുള്ള കഥാപാത്രം. അപ്പം അതുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുകയും അവർ തോൽക്കുകയും ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആലോചിക്കണം, ഏറ്റവും ടൈറ്റായിട്ടുള്ള ത്രികോണ മത്സരം അവിടെയാണ്. ഉറപ്പാണ്. നമ്മുടെ സർവേ 33, 32, 30 അടുത്തടുത്താണ്. അതായത് സുരേഷ് ഗോപിയും മൂന്നാമതിരിക്കുന്ന സുനിൽകുമാറും തമ്മിലുള്ള വ്യത്യാസം 3%. അപ്പോൾ ഈ മൂന്നാമത് കിടക്കുന്നവർ ഒന്നാമത് എത്താൻ വേണേ, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ വരുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ ത്രികോണം നടക്കുന്ന ത്രികോണം, ഏക ത്രികോണം എന്ന് വേണേൽ പറയാം. ആറ്റിങ്ങലുണ്ട്, ഏറ്റവും ശക്തമായ ആറ്റിങ്ങലും തിരുവനന്തപുരമുണ്ട്. പക്ഷേ ഏറ്റവും ശക്തമായ ത്രികോണം ഏത് നിമിഷം തിരുവനന്തപുരത്ത് നമുക്കറിയാം പന്യൻ ജയിക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരത്ത്, തൃശ്ശൂർ അങ്ങനെയല്ല, 3 പേർക്കും ജയിക്കാം. അപ്പം അങ്ങനെ സാധ്യത സുരേഷ് ഗോപിക്കാണ് എഡ്ജ്. ചാലക്കുടി എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 14% വോട്ടാണ് 2020 പറയുന്നത്. അത് ഞാൻ വിചാരിച്ചു 14% ഏകദേശം ഒരു 1.5 ലക്ഷം വോട്ട് വരും. അതെ, ഈ 1.5 ലക്ഷം വോട്ട് ചാലക്കുടിയിൽ 2020 പിടിച്ചിട്ടും ബെന്നി ബെഹനാൻ ജയിക്കുമെന്നാണ് നമ്മുടെ സർവേ. അതെ, അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാനത് സംശയിച്ചത്. രവീന്ദ്ര മാഷ് ചിലപ്പോൾ ജയിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഒരുപക്ഷെ കോൺഗ്രസിൽ ഒരുപാട് മാറ്റങ്ങളുള്ള അവരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത് അതൊക്കെ പോയി. മണ്ഡലം സ്ട്രോങ് ആയിട്ട് UDF-ൻ്റെതാണ്, പഴയ മൂത്തവരല്ലേ, പഴയ മോഹൻ. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു 2020 പിടിക്കുന്ന വോട്ട് കോൺഗ്രസിൻ്റെ മാത്രമായിരിക്കില്ല, LDF-ൻ്റെയും കാണും. ഉറപ്പാണല്ലോ. കാരണം ഈ പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ CPM ഭരിച്ചുകൊണ്ടിരുന്ന കാലമുണ്ട്. പക്ഷേ കിഴക്കമ്പലം പഞ്ചായത്തിലെ ലോക്കൽ കമ്മിറ്റിയുള്ള ആളുകൾ പോലും വോട്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ അവിടെ ഏതാണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു സീറ്റിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ അത്ര വോട്ട് പോലും ഇല്ലായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ CPM-ൻ്റെ വോട്ട് ഉള്ളത് കൊണ്ടാണ് ഈ 1.5 ലക്ഷം വോട്ട് അവർ പിടിച്ചാലും ബെന്നി ബെഹനാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് അത്ഭുതപ്പെടാം. അപ്പം ബെന്നി തന്നെയാണ്. പിന്നെ നമ്മൾ ഇടുക്കിയാണ്. ഇടുക്കിയും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ജോയ്സ് ജോർജ് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായതോടുകൂടി അപ്പോൾ തന്നെ ഡീൻ കുര്യാക്കോസ് വിജയം ഉറപ്പിച്ചതാണ്. ജോയ്സ് ജോർജ് ഒരു നേതാവൊന്നുമല്ല, നല്ല അഭിഭാഷകനാണ്. അയാൾ ആ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വക്കീലായിട്ട് നിന്നു. അപ്പം ഇടതുപക്ഷം സീറ്റ് കൊടുത്തപ്പോൾ അയാൾ സ്ഥാനാർത്ഥിയായി. അന്ന് ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ചാടി വന്നിരുന്ന് കിട്ടുമായിരുന്നു. എന്നോട് അന്ന് മറ്റേ CPM-ൻ്റെ സെക്രട്ടേറിയറ്റിൽ കൂടുന്നതിന് മുമ്പ് CPM എൻ്റെ അടുത്ത് ആളെ വിട്ടതാണ്, ഫ്രാൻസിസ് ജോർജിനോട് ഒന്നുകൂടെ സംസാരിക്കൂ, നിങ്ങൾ എത്രയും വേഗം ഫ്രാൻസിസ് ജോർജ് വരാം. ഞാൻ ഫ്രാൻസിനോട് സംസാരിച്ചാണ്. അപ്പോൾ ഫ്രാൻസിസ് ജോർജിന് ഭയങ്കര മടി. അപ്പോൾ ഇപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പിന്നെയാണല്ലോ ചാട്ടമൊക്കെ ചാടുന്നത്. അന്ന് 2014 ഗ്യാരണ്ടി ആയിരുന്നു ഫ്രാൻസിസ് ജോർജ് കൊടുത്തിരുന്ന സീറ്റായിരുന്നു, ജയിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെയാണ് ജോയ്സ് ജോർജ് വന്നത്. 2019 8 നിലയിൽ പൊട്ടി, ഇത്തവണയും പൊട്ടും. മാത്രമല്ല അവിടുത്തെ NDA സ്ഥാനാർത്ഥി ദുർബലമാണല്ലോ, സംഗീത വിശ്വനാഥ്, BDJS. അപ്പോൾ അത് വളരെ കുറവാണ്, നമ്മുടെ ശതമാനം തീരെ കുറവാണ് ഈ NDA-ക്കുള്ളത് നമ്മുടെ സർവേയിൽ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തർക്കിക്കാൻ നമ്മുടെ സർവേ പോലെ തന്നെയാണ്. നമ്മുടെ സർവേയിൽ 8 സീറ്റ് ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി ഉള്ള സീറ്റിലൊന്നാണ് ഇടുക്കി. മാത്രം ഇടുക്കിയിൽ പണ്ട് പ്രഗത്ഭരായ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ജയിച്ചിട്ടുള്ള, CM Steve ഉൾപ്പെടെയുള്ളത് ജയിച്ചിട്ടുള്ളതല്ലേ. അതെ അതെ, പ്രധാനപ്പെട്ട മണ്ഡലമല്ലേ. പിന്നെ എറണാകുളം സീറ്റിൽ അതും ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. അവിടെയും 2020 12% വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൈബീഡൻ തന്നെയാണ്
നമ്മളത് പിന്നെ അത് ആർക്കും തർക്കമില്ല. അത് കോൺഗ്രസ് CPM സംശയമില്ല. അതുകൊണ്ടാണ് ഷൈൻ എന്ന് പറഞ്ഞൊരു ആരും കേട്ടിട്ടില്ലാത്തൊരു സ്ഥാനാർത്ഥി അവരെ കൊണ്ട് അവിടെ കഴിഞ്ഞ ബൈ-ഇലക്ഷനിൽ ഒരു ഡോക്ടർ ഇറക്കിയതുപോലെ. അത് തന്നെ ആ എൻ്റെ ബന്ധുവായിരുന്ന ഡോക്ടർ. ഓ എന്നിട്ട് ഞാൻ വോട്ട് ചെയ്തിട്ട് എന്നോട് പിന്നീട് വേണ്ടിയിട്ടില്ല, അത് പിണക്കാണ്. അപ്പോൾ ആ അവസ്ഥയാണ് ഇവിടെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞു. കോട്ടയം ഇനി കോട്ടയമാണ്. കോട്ടയത്തും ഇമാര് ടൈറ്റ് കോമ്പറ്റീഷൻ എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നു അങ്ങേ. പക്ഷേ നമ്മുടെ സർവേ പറയുന്നത് അത്ര ടൈറ്റ് അല്ല, നല്ല ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പം കോട്ടയത്തിൻ്റെ സർവേ എൻ്റെ സുഹൃത്തുക്കൾക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഈ കേരള കോൺഗ്രസ് സർക്കിളിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. ജോസ് കെ മാണി മുതൽ അവരുടെ മാനസാറിൻ്റെ കുടുംബം മുതൽ അവരോടൊക്കെ എനിക്ക് നല്ല അടുപ്പമുണ്ട്. പക്ഷേ അവർക്ക് ചിലരൊക്കെ വളരെ വിഷമത്തോടെ സംസാരിച്ചു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കാരണം നമ്മുടെ സർവേയിൽ അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മുടെ സർവേ ബോധ്യപ്പെടുന്നത് ഫ്രാൻസിസ് ജോർജിന് നല്ല, അവിടെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ UDF-ലുണ്ട്. പക്ഷെ അങ്ങനെ UDF-ൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടെങ്കിലും ഫ്രാൻസിസ് ജോർജിന് അവിടുത്തെ അസംബ്ലി മണ്ഡലങ്ങൾ പലതും UDF-നൊപ്പം ഇപ്പോഴും മാത്രമല്ല ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ക്നാനായ വോട്ടുകളാണ് തോമസ് ചാഴിക്കാണ്ട് വന്നത്. പക്ഷേ അതിന് കുറച്ചേ ഉള്ളൂ ക്നാനായ വോട്ടുകൾ. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ വരുന്ന കടുത്തുരുത്തി മണ്ഡലത്തിലൊക്കെ വരുന്നത്. പക്ഷേ അപ്പോഴും കടുത്തുരുത്തിയിൽ ക്നാനായക്കാരനെ തോപ്പിച്ചിട്ടാണ് മോൻസ് ജയിച്ചത്. ക്നാനായ അല്ല സ്റ്റീഫൻ ക്നാനായാണ്. സ്റ്റീഫനെ തോപ്പിച്ചിട്ടാണ് കടുത്തുരുത്തിയിൽ ക്നാനായ ഏറ്റവും കൂടുതൽ ബെൽറ്റുള്ള കടുത്തുരുത്തി സ്റ്റീഫനെ തോപ്പിച്ചിട്ടാണ് മോൻസിനെ ജയിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ പോകുമെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് കോട്ടയവും UDF-ന് തന്നെ, നമുക്ക് അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെയുള്ളത് ആലപ്പുഴയിൽ എൻ്റെ വലിയ സങ്കടം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സുകൊണ്ട് ഏറെ ഇഷ്ടപ്പെടുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായും. അപ്പം ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹം. പക്ഷേ സ്വാഗതത്തിന് ജയിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ആലപ്പുഴയിലാണ് മത്സരിക്കുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് പറയുന്നത് ഇച്ചിരി അതിര് കടന്ന അവകാശം. കഴിഞ്ഞ ദിവസം നമ്മുടെ സർവേ കണ്ടിട്ട് ഒരാൾ എന്നെ BJP അനുഭവം നമ്മുടെ അടുത്തൊരു കുടുംബ സുഹൃത്ത് തന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ വിദ്യാഭ്യാസം ആളെ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ എന്തരത്തിലാണ് പറയുന്നത് ശോഭ തോറ്റുപോകുന്നു, ശോഭ ജയിക്കില്ലെന്ന് ചോദിച്ചു. എനിക്ക് വലിയ അത്ഭുതം തോന്നി പറഞ്ഞു കേട്ടപ്പോഴേ. ആലപ്പുഴ മണ്ഡലത്തിൽ ഒരിക്കലും BJP-ക്ക് നിലവിൽ അവരോട് പറയൂ, സാക്ഷാൽ മോദി വന്ന് നിന്നാലും ഈ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ അങ്ങനെ 1-2 മണ്ഡലത്തിൽ ഒഴിച്ച് ജയിക്കത്തില്ല കേരളത്തെ. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. അത് കേരളത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. ശോഭാ സുരേന്ദ്രൻ പക്ഷേ ഇരട്ടി വോട്ട് പിടിക്കും. അവർ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിനേക്കാൾ ഇരട്ടി വോട്ട്, ഒരു 2.5 ലക്ഷം വോട്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ പിടിച്ചെന്ന് വരും. ഭയങ്കര ഇമ്പാക്റ്റാണ് ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തുണ്ടാക്കുന്നത്. നല്ല വോട്ട് പിടിച്ചല്ലോ അവർ. അല്ല, അത് ഞാൻ പറഞ്ഞ ഇത്തവണ BJP സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ, അധിക വോട്ട് പിടിക്കും ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും 3 ലക്ഷം ഓൾറെഡി പിടിച്ചു. സുരേഷ് ഗോപിക്ക് 50,000-60,000 വോട്ട് പിടിച്ചാൽ ജയിച്ചു, അത്ര പിടിക്കും. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അതിൽ കൂടുതൽ പിടിക്കും. ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറുമായിരിക്കും ഏറ്റവും കൂടുതൽ പിടിക്കാം കൊല്ലത്ത്. സുരേഷ് ഗോപി 50,000-60,000 വോട്ട് പിടിച്ചാൽ മതി, ജയിക്കാൻ പറ്റും. പക്ഷേ അവിടുത്തെ മനസ്സ് വളരെ ക്ലിയറാണ് KC വേണുഗോപാലിനൊപ്പം. കാരണം KC വേണു ദേശീയ നേതാവാണ്. അപ്പം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒപ്പം നിൽക്കുമ്പോൾ ആളുകൾ KC വേണുഗോപാൽ ജയിക്കും. ആരിഫിൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പിന്നെ നമ്മൾ മാവേലിക്കരയാണ് യഥാർത്ഥത്തിലുള്ള അട്ടിമറി നടക്കുന്നത്. കാരണം മാവേലിക്കരയിൽ LDF ജയിക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത നമ്മുടെ സർവേ പറയുന്നു അരുൺകുമാർ ജയിക്കും. ഈ അരുൺകുമാർ നമ്മൾ അത് നേരത്തെ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടില്ല. ചെറുപ്പക്കാരനാണ്. ആളുകൾ ഒരു ഫ്രഷ് ഫേസ് എന്ന നിലയിൽ അരുൺകുമാറിനെ കുറി സ്വീകരിക്കുമെന്നാണ് അവിടുന്ന് റിപ്പോർട്ടുകൾ. നമ്മുടെ പ്രസാദാണ്, P. പ്രസാദാണ് മന്ത്രി. P. പ്രസാദ് അയാളാണ് അതിൻ്റെ പ്രചരണ ചുമതല. എനിക്ക് വളരെ ഇഷ്ടമുള്ള അടുപ്പമുള്ള, എനിക്ക് വളരെ അടുപ്പം. പലർക്കും ഞാൻ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതുകൊണ്ട് പലരുടെയും ധാരണ എല്ലാവരും എന്നോട്. പക്ഷേ ഈ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരെ എനിക്ക് പേഴ്സണൽ ബന്ധമുള്ളവരാണ്. 2 മന്ത്രിമാർ എനിക്ക് വളരെ അടുപ്പമുള്ള, ഇപ്പം പേര് പറയാം, ഒന്ന് പ്രസാദും 2 റോഷി. 2 വളരെ വ്യക്തിപരമായ ബന്ധമുണ്ട്. പരിചയമുള്ള അടുപ്പം. വീണ ജോർജൊക്കെ നമ്മളൊക്കെ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. അതുപോലെയുള്ള പലരും ഉണ്ട്. ശിവൻകുട്ടി അടക്കം. ശിവൻകുട്ടിയുടെ ഭാര്യ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചതാണ് പാർവതി ചേച്ചി. പാർവതി ഏഷ്യാനെറ്റായിരുന്ന പോലെ എനിക്ക് പാർവതിയെ പരിചയമുണ്ട്. ദേശാമാനിലായിരുന്ന പോലെ എനിക്ക് പരിചയമുണ്ട്. കൈരളിലായിരുന്ന പോലെ പരിചയമുണ്ട്. അപ്പം ഈ പറയുന്ന പല മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും നമുക്ക് ബന്ധമുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ നിലപാടെടുക്കുന്നു. ഇപ്പം പ്രസാദിനെ മിക്കവാറും പ്രസാദ് വിളിക്കും. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ വാർത്തയെക്കുറിച്ച് പ്രസാദ് ചോദിക്കുകയോ ഞാൻ എൻ്റെ വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് പറയുകയോ ചെയ്തില്ല. നമ്മളെന്തിനാ പറയുന്നത്? നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. കൃഷി വകുപ്പിൻ്റെ ഒരു പരിപാടി എന്നെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ പത്രക്കാരെല്ലാം ഉണ്ട്, എന്നെ വിളിച്ച് ഷാജൻ വരും മുമ്പിൽ ഇരിക്കും, മൈക്ക് പുള്ളി സംസാരിച്ചു മുമ്പിൽ ഇരിക്കുന്നത് ഇരുത്തിയിരുന്നു. ഒരു വലിയ പാറക്കെട്ടിനെ കൃഷിഭൂമി ആക്കിയതും കൂടെ. അപ്പോൾ പ്രസാദ് അതിനൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
അരുൺകുമാർ ജയിക്കുന്ന സാധ്യത നമ്മുടെ സർവേ പറയുന്നത് അങ്ങനെയാണ്. അല്ല 89-ൽ അടൂർ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പുതുമുഖമായിരുന്നു. ഓക്കെ, ഒരു പുതിയ മുഖം കൊണ്ടുവന്നാണ് അന്ന്. അവിടെ നിന്നാണ് പിന്നെ 2009 അങ്ങോട്ട് മാറുന്നത്. അതെ, ഇടയ്ക്ക് 2 തവണ അദ്ദേഹം പരാജയപ്പെട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ബാക്കി തുടർച്ച ഒരു ഇപ്പം കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭാംഗങ്ങളിൽ ഏറ്റവും സീനിയർ കൊടുക്കുന്ന സുരേഷാണ്. ലോക്സഭ 5-8 തവണയായി കാണും. പിന്നെ 89 തൊട്ട് വരെയല്ലേ നോക്കേണ്ടതാണ്. തോറ്റാലും തലവേദനയാണ് കോൺഗ്രസിന്. ആൾ തോറ്റാ ഇവിടെ KPC പ്രസിഡന്റ് ആക്കണം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി, അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ബാളുണ്ടാക്കും. ഞാനും ഭയങ്കര സീനിയർ നേതാവ്, കാരണം എനിക്ക് കൂടുതൽ അംഗീകാരം വേണം. നമ്മൾ ഈ കെട്ടിടത്തിലേക്ക് മാറുമ്പോഴേ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. നമ്മൾ ഈ കെട്ടിടത്തിലേക്ക് മാറുവാണല്ലോ, ഇവിടുത്തെ കെട്ടിടത്തേക്ക്. ഈ കെട്ടിടത്തേക്ക് മാറുമ്പോൾ ഞാൻ താഴെ വന്ന ഈ ഓണർമാരുടെ പേര് നോക്കുമ്പോൾ ഒരെണ്ണത്തിന് കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബോർഡ് കാണാതെ പോയി. എവിടെ അല്ല ഇവർക്കൊക്കെ തൊട്ടതൊട്ടത് ആർക്കറിയാം. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് മാവേലിക്കരയിൽ അരുൺകുമാറിനാണ് വിജയ സാധ്യത. നമ്മുടെ സർവേ ശരിയായിട്ട് തന്നെ വരും. നമ്മൾ പിന്നെ പത്തനംതിട്ടയിൽ പലർക്കും ഞെട്ടലാണ് നമ്മുടെ സർവേ കണ്ടപ്പോൾ. കാരണം NDAയുടെ സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിക്ക് വോട്ട് കുറവാണ്. ഏതാണ്ട് 21-22% മാത്രമേ നമ്മുടെ കിട്ടുന്നുള്ളൂ. അത് സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കുറവാണ്. അപ്പം ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, നമ്മുടെ കണക്കനുസരിച്ച് സുരേന്ദ്രൻ ഏതാണ്ട് 2,88,000 3 ലക്ഷം അടുത്തങ്ങാണ്ട് വോട്ട് പിടിച്ചിരുന്നു. അതെ, അതിനേക്കാൾ 1 ലക്ഷം വോട്ട് എങ്കിലും കുറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിന് കാരണം എന്നോട് ഏറ്റവും കൂടുതൽ മര്യാദ കാണിച്ച ഒരു നേതാവാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ എന്നെ വിളിച്ചിട്ടുള്ള നേതാവാണ്. പക്ഷേ അതൊക്കെ ആണെങ്കിലും നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ജനങ്ങളുടെ തീരുമാനിക്കുന്നു. അത് സർവേയുടെ കാര്യം മാത്രമല്ല, അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് കൂടി. അതായത് ഈ BJPയുടെ ഒരു കുഴപ്പം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ നാമധാരിയെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. അവിടെ PC ജോർജിൻ്റെ മകനെയോ നിർത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവസ്ഥ മാറിയാൽ ജയസാധ്യത പോലുള്ള മണ്ഡലമായി മാറുമായിരുന്നു. അപ്പം അവർ അനിൽ ആൻ്റണിയെ കൊണ്ട് നിർത്തി. അയാൾ പാവത്താനാന്ന് തോന്നുന്നു, പക്ഷേ അനിൽ ആൻ്റണിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ നല്ല പ്രസംഗം നടത്താനോ ഒന്നിനും പറ്റുന്നില്ല. അതുകൊണ്ട് അനിൽ ആൻ്റണി വളരെ ദയനീയമാണ്. അവിടെ ത്രികോണ മത്സരം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. തോമസ് ഐസക് അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാൻ ആൻ്റണിയാണ്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഒരു ഭരണവിരുദ്ധ വികാരം 2009 മുതൽ MP എന്ന് പറഞ്ഞത്. പക്ഷേ അയാൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. നമ്മുടെ സർവേയൊക്കെ അനുസരിച്ച് അയാൾ കുറഞ്ഞൊരു 50,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതേസമയം ഇവർ രാജു എബ്രാഹിമിനെ ആയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു കരുതുക. അതെ, ജയിച്ചു പോയി. 5 ടേം റാന്നി MLA ആയിരുന്നാണ് ജയിച്ചു പോയി. CPM കാണിച്ച ഏറ്റവും വലിയ പാളിച്ച അതാണ്. രാജു എബ്രാഹിമിനെ അവരിവിടെ സ്ഥാനാർത്ഥിയാക്കി, പ്രദീപ് കുമാറിനെ അവർ കോഴിക്കോട് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്ത് 2 ഇടത്തും ജയിക്കാതെ. കാരണം ഈ 2 ഇടത്തും ഈ ഭരണവിരുദ്ധ വികാരം MP-മാരോടുണ്ടായി. അതെ, പത്തനംതിട്ട രാജു എബ്രാഹിമിനെ കണ്ണോടെ ജയിക്കുക, പക്ഷേ അവരാക്കിയില്ല. അപ്പം അങ്ങനെ പത്തനംതിട്ട കഴിഞ്ഞു. പിന്നെ നമ്മൾ വരുന്നത് കൊല്ലത്ത് പ്രേമചന്ദ്രനെ തോപ്പിക്കാൻ തൽക്കാലം ആർക്കും കഴിയില്ല. ഏത് മുന്നണി പോയാലും നമ്മുടെ സർവേയിലും പ്രേമചന്ദ്രൻ തന്നെയാണ് വിജയം. പക്ഷെ കൃഷ്ണകുമാർ ഒരുപാട് വോട്ട് പിടിക്കുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അത് പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കും. കാരണം ഈ BJP RSS വോട്ടൊക്കെ BDJസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ അങ്ങനെ ആരും കൊടുക്കത്തില്ല. ഇപ്പം മാവേലിക്കരയിൽ ഒരു BDJ സ്ഥാനാർത്ഥി കലാശാല ആരാണ് അയാൾ? നേരത്തെ കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾക്കൊക്കെയാണ് അങ്ങനെയുള്ളൊരു, അവിടെ എത്ര 8% കണ്ട ആളുകൾ വോട്ട് ചെയ്തു. അതെ, അപ്പം ഇങ്ങനെ ആവേണ്ടതായിരുന്നു. പക്ഷേ കൃഷ്ണകുമാർ അവിടെ ഒന്ന് ഓളം വെക്കുന്നതുകൊണ്ട് വലിയ തോതിൽ, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ BJP വോട്ട് പിടിക്കാൻ പോകുന്ന ഒരു മണ്ഡലം കൊല്ലമായിരിക്കും. അതുകൊണ്ട് തന്നെ അധികമായിട്ട് ഈ കൊല്ലവും ആലപ്പുഴയും BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറും ഈ തെരഞ്ഞെടുപ്പ് കഴിയും. ഈ സ്ഥാനാർത്ഥിയുടെ മികവുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും 4 കുടുംബവും എല്ലാം പത്രസമ്മേളനമൊക്കെ നടത്തി അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകുമാർ വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കുറയും. എന്നാലും 50,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ ജയിക്കും. അതിൻ്റെ അകത്തൊരു സംശയമില്ലാത്തൊരവസ്ഥയാണ് കൊല്ലം. ആറ്റിങ്ങലാണ് തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്നത്. അതായത് തിരുവനന്തപുരം ഒക്കെ ആറ്റിങ്ങൽ മുരളീധരൻ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മുകളിലെത്തി. നമ്മുടെ സർവേയിൽ 29% പേര് വോട്ടം കണ്ടുണ്ട്. 32%, 33% ഉള്ളൂ അടൂർ പ്രകാശ്. അപ്പം വലിയ തോതിൽ അത് വലിയ തോതിൽ മുരളീധരൻ വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ വിജയസാധ്യത അടൂർ പ്രകാശിനല്ല, ജോയിക്കുന്നതാണ്. നിങ്ങൾ നെടുമങ്ങാട് പോയി കണ്ടതാണ്. അത് തീർച്ചയായും. ഞാൻ അവിടുത്തെ ഒരു വോട്ടറാണല്ലോ. നമ്മൾ അവിടെ നാട്ടിലൊക്കെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർ പ്രചരണ കാര്യത്തിലൊക്കെ വളരെ മുന്നിലാണ്.
കാര്യത്തിൽ ഒരു അത് വളരെ ജനപ്രിയനാണ് തോന്നുന്നല്ലേ ഈ ജോയി? തീർച്ചയായും ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വന്ന ആളാണല്ലോ. ഈ മണ്ഡലത്തിലൊരു പ്രത്യേകത, അടൂർ പ്രകാശനാണെങ്കിലും ജോയിക്കാണെങ്കിലും വ്യാപകമായ ബന്ധുബലമുള്ളവരാണ് രണ്ടുപേരും. അടൂർ പ്രകാശ് ബന്ധുബലമുണ്ട്, അദ്ദേഹത്തിന് ബന്ധുബലമുണ്ട്. ഞാൻ അത് പിന്നീടാണ് അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നാട് അടൂരാണെങ്കിലും അദ്ദേഹം ഒരുപാട് ബന്ധുക്കളുണ്ട് ഈ മണ്ഡലത്തിൽ, ജോയിക്കുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ജോയി 2 തവണ വർക്കല MLA ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ പിന്നെ താഴെത്തട്ടിൽ നിന്ന് വന്ന ആൾ തന്നെയാണല്ലോ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ വന്ന ആളാണല്ലോ. അപ്പോൾ അതൊരു ഈ മണ്ഡലത്തിലെ വോട്ടറാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അവസാന മണ്ഡലമായ തിരുവനന്തപുരമാണ് എന്നെ ഞെട്ടിച്ച മാറ്റം. നിങ്ങളിതിന് ആദ്യം പറഞ്ഞല്ലോ, ചെല്ലുന്നിടത്തെല്ലാം രാജീവ് ചന്ദ്രശേഖരൻ അനുകൂല മനസ്സിലാക്കും. ഞാൻ TP ശ്രീനിവാസൻ സാർ, അദ്ദേഹം പരസ്യമായി ലീൻ തോബിയാസ് അല്ല, മറ്റേ ഈ വിഴിഞ്ഞത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് അല്ല, അത് ലീൻ അല്ല, അത് മറ്റേ ഏലിയാസ് ജോൺ ഒക്കെ പരസ്യമായി രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ്. അതെ, മറ്റേ രഘുചന്ദ്രൻ നായർ, അതായത് ശശി തരൂരിനൊപ്പം നിന്ന് ഇവരെല്ലാവരും തന്നെ ഇപ്പുറത്താണ്. ഞാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോയപ്പോൾ ഞാൻ പണ്ട് കഥ പറഞ്ഞത്, ഇവരെല്ലാം രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്ന ഒരു പൾസ് രാജീവ് ചന്ദ്രശേഖരൻ വളരെ അനുകൂലമാണ്. പക്ഷെ നമ്മുടെ സർവേയിൽ നല്ല കൃത്യമായ ഭൂരിപക്ഷം തരൂരിനുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ലത്തീൻ സഭ അതിശക്തമായി തരൂരിന് വേണ്ടിയിട്ട് പിടിമുറിക്കുന്നു തോന്നുന്നു. ഇപ്പം CSA സഭയിൽ ഭിന്നതയുണ്ട്. CSA സഭ കുറച്ച് പേര് ഇപ്പം എത്ര റസലം തിരുമേനി രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ്. പക്ഷേ ലത്തീൻ സഭ സ്ട്രോങ് ആയിട്ട് ശശി തരൂരിനൊപ്പമാണ്. എനിക്ക് തോന്നുന്നു കോവളം, നെയ്യാറ്റിൻകര, ഞങ്ങൾ ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെ പോയതല്ലോ, വെട്ടാട്, എളിയ, ശംഖുമുഖത്തൊക്കെ, അവിടെ പോകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ മനസ്സിലാകാൻ പറയുന്ന തരൂർ അനുകൂലികളാണ് അവിടെയൊക്കെ എന്നാണ് സത്യമാണ്. അപ്പം നമുക്ക് തിരുവനന്തപുരത്തെ നമുക്ക് അത്യാവശ്യം മുൻതൂക്കം തന്നെ തരൂരിനുണ്ട്. അതെ, പക്ഷെ എനിക്കത് ഞാൻ ഈ നേരത്തെ വടകരയുടെ കാര്യം പറഞ്ഞ മാതിരി എനിക്കങ്ങോട്ട് പൂർണ്ണമായും കൺവിൻസ് ആയിട്ടില്ല. അതെ, ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ പുറകോട്ട് പോകും എന്നറിയില്ല. പിന്നെ ഇനി സമയമുണ്ട്. ഇതാണ് എന്തായാലും, അതായത് ഒരാഴ്ചയോളം സമയമുണ്ട്. ഇനി സമയമുണ്ട്. എന്തായാലും മറുനാടൻ്റെ സർവേ ഫലം ഇങ്ങനെയാണ്. 14 മണ്ഡലങ്ങളിൽ UDF-നും 5 LDF-നും 1 NDA-യും എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഈ NDA-ക്ക് പറഞ്ഞിരിക്കുന്ന തൃശ്ശൂരും LDF-ന് പറഞ്ഞിരിക്കുന്ന വടകരയും 1% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. അതുപോലെ തന്നെ 2-3% വ്യത്യാസത്തിലാണ് ഒരുപാട് സീറ്റുകൾ. CPM-ന് ഒരു ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് പാലക്കാട് മാത്രമാണ്. അതെ, അങ്ങനെ സംഭവിക്കാം. അതേസമയം തിരുവനന്തപുരത്ത് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ഇനിയും ഉയർന്നു വന്നുകൂടാഴിയൊന്നുമില്ല. തീർച്ചയായും എന്തായാലും വളരെ കൗതുകമുണർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് പുറത്തു വരുന്നത്. മറുനാടൻ സർവേ ജനങ്ങളുടെ ഇടയിൽ പോയി അവരുടെ പൾസാണ്, ഞങ്ങളുടെ താല്പര്യമല്ല അവതരിപ്പിച്ചത്. എന്താണ് സത്യമാവുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമസ്കാരം.